എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചെറിയാണ്. ചെറി അങ്ങനെ ജിയാങ്ങിന്റെ കൂടെ തന്നെയാണുള്ളത്. അവൻ അവളെ പരമാവധി ഇഗ്നോർ ചെയ്ത് ഇവിടെ നിന്ന് പറഞ്ഞു വിടാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവൾ പോവില്ല, തന്റെ പുറകിന് തന്നെ നിൽക്കാണ് എന്ന് മനസ്സിലാവുമ്പോൾ അവന്റെ മനസ്സിൽ പിന്നെ പിടിവാശി നിന്ന് പോകുന്നില്ല. അവൾ അവനോട് വന്ന് സംസാരിക്കുമ്പോൾ അവനും അവളോട് ഇത്രയും നാള് സങ്കടപ്പെടുത്തിയതിന് സോറി പറഞ്ഞ് ഇനി അവളെ എവിടെയും ഇട്ടിട്ട് പോയില്ല എന്ന് പറയുന്നുണ്ട്. ഈ ടീം അവളായിട്ട് അത് പെട്ടെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാതെ ഒന്ന് ചാടയിടുമ്പോൾ അവന് സങ്കടാവുന്നു. ശരിയാ, ഞാൻ നിന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി, അതുകൊണ്ട് നിനക്ക് എന്നെ പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്താ വട്ടുണ്ടോ, നിന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, നിന്നോട് അങ്ങനെ എന്തെങ്കിലും ദേഷ്യം എന്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് നിന്നെ അന്വേഷിച്ച് ഇവിടം വരെ കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴാണ് അവനത് ബോധ്യപ്പെടുന്നത്. അതെ, അവൾ പറഞ്ഞത് ശരിയാണല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ അവൻ അവളോട് ഇനി ഒരിക്കലും അവളെ സങ്കടപ്പെടുത്തി അവൻ എവിടേക്കും പോയില്ല എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി അവരവിടെ അടുത്തുള്ള പാർക്കിലും മറ്റു പോയി ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയും അടുത്ത ദിവസം രാവിലെ സൺറൈസ് കാണാനായി ഒന്നിച്ച് പോവുകയും ചെയ്യുന്നു. അവിടെ നിന്ന് അവൾക്ക് അവൻ പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇനി ഏത് സാഹചര്യത്തിലും അവളെ തനിച്ചാക്കി അവൻ പോവില്ല, മുന്നത്തെ കണക്കൊന്നും ചെയ്യില്ല എന്നതൊക്കെ. അവളത് വീഡിയോ റെക്കോർഡും ചെയ്യുന്നുണ്ട്. എന്തായാലും അവിടെ വെച്ച് അവൾ മുന്നേ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്. അവന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് അവൻ വന്നുപെട്ടത് എന്നതല്ല. വിദേശത്തേക്ക് പഠിക്കാനായി ജിയാങ് പോയ ടീമാണ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അവരുടെ ഫാമിലിക്ക് നേരിടേണ്ടി വന്നത്. അച്ഛനും അമ്മയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത വലിയ തുക നഷ്ടപ്പെടുകയും അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് ആ കുടുംബം പോവുകയും ചെയ്തു. കൂടാതെ ആ ഒരു പ്രശ്നം വലുതായി അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആകെ മൊത്തത്തിൽ ജിയാങ്ങിന്റെ ഫാമിലി തകരുകയായിരുന്നു. ഈ ടീം വിദേശത്ത് പോയി പഠിക്കുക എന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. ഫാമിലി സപ്പോർട്ട് എന്തായാലും വേണം, ഫിനാൻഷ്യലായി ഒരു ഹെൽപ്പ് ഒക്കെ വേണം. അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കൊന്നും അത് കഴിയാൻ പറ്റാത്ത അവസ്ഥയായി. പ്രത്യേകിച്ച് അമ്മ വലിയ ഹെൽപ്പ് ചെയ്യാന്ന് അന്നേ പറഞ്ഞില്ലെങ്കിലും അച്ഛൻ നല്ല ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കഴിയുന്ന അവസ്ഥയായിരുന്നില്ല. അപ്പോൾ ഈ ടീം ജിയാങ്ങിനെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. അവന്റെ കസിൻ അവനെ സപ്പോർട്ട് ചെയ്യാനായി തീരുമാനിച്ചെങ്കിലും ആ ടീം കസിന് പോലും വലിയൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. കസിൻ നല്ല നിലയിൽ ജീവിച്ചിരുന്ന ആളാണ്, കഷ്ടപ്പെട്ട് എല്ലാം അധ്വാനിച്ചുണ്ടാക്കി ഫാമിലി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ആളുടെ സ്ഥാപനത്തിൽ തെറ്റ് ചെയ്ത ഒരു എംപ്ലോയിയെ പിരിച്ചുവിട്ടതിന്റെ പേരിൽ വൈരാഗ്യം മൂത്തായ എംപ്ലോയി അയാളെ ഉപദ്രവിക്കുകയും അങ്ങനെ അയാൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് പൂർണ്ണമായി കിടപ്പാവുകയും ചെയ്തു. ഇതറിഞ്ഞ് നാട്ടിലേക്ക് എത്തിയ ജിയാങ് പിന്നെ തിരിച്ചു പോകാതെ ആ കസിന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനും കസിന്റെ ചികിത്സയ്ക്കുമായി ഇവിടെ ജോലി എടുക്കുകയും അതിനോടൊപ്പം തന്നെ ചെറിയ രീതിക്ക് അവന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു. അങ്ങനെ നാളുകൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിലാണ് അവൻ ഇടയ്ക്ക് നാട്ടിലേക്ക് വന്നതും ചെറിയ കണ്ടപ്പോ അവൾ തന്റെ ലൈഫിൽ കൂടെ കൂടിയാൽ ശരിയാവില്ല എന്ന് തോന്നി അവളെ നന്നായി ജീവിക്കട്ടെ അവൾ എന്ന ആ ഒരു രീതിക്ക് വെറുതെ തന്നിൽ നിന്ന് അകറ്റണമെന്ന് തീരുമാനിച്ചവൻ അങ്ങനെ അവളോടൊന്നും പറയാതെ ഒളിച്ചോടി വന്നതും. എന്തായാലും ഇപ്പോഴും അവന്റെ കസിന്റെ കാര്യങ്ങൾ അവനും കസിന്റെ വൈഫ് ഓരോ ജോലിയൊക്കെ ചെയ്താണ് നോക്കുന്നത് എന്നതൊക്കെ ചെറിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കസിന്റെ വൈഫ് വെപ്രാളത്തിൽ വിളിക്കുന്നുണ്ട്. കസിൻ ബെഡ് റിട്ടേൺ ആയിരുന്നല്ലോ, പക്ഷെ ഇന്ന് നോക്കിയപ്പോ ആളെ കാണുന്നില്ല എന്ന്. ഇളകട്ടെ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണുവെട്ടിച്ച് എങ്ങോട്ടോ കടന്നു കളഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഒരു 2 വർഷത്തോളമായി അയാൾക്ക് വേണ്ടിയുള്ള ചികിത്സ നടക്കുകയാണ്. ഇത്രയും നാളായി ചികിത്സിക്കാനുള്ള കാശില്ലാത്തത് കൊണ്ട് തന്നെ കയ്യിലുള്ള പല സ്വത്തുവകകളും വിൽക്കേണ്ടി വന്നു. പിന്നീട് ഓരോ ജോലിക്കൊക്കെ പോയി ചെറുതായി കാശൊക്കെ ഉണ്ടാക്കിയാണ് അയാളുടെ ചികിത്സ ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴേ ആ വൈഫ് ആകെ വെപ്രാളത്തില് ജിയാങ്ങിനെ കാര്യം അറിയിക്കുമ്പോഴേക്കും അവരെന്തെല്ലാം തപ്പിപ്പിടിച്ച് അയാളെ കണ്ടെത്തുന്നു. അയാളാകട്ടെ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഇവർ തന്റെ ചികിത്സയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി, എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ച് അവരോട് ഭയങ്കരമായി ഷൗട്ട് ചെയ്യാണ്. ഞാൻ മരിക്കുന്നെങ്കിലും മരിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതല്ലായിരുന്നു എന്നെല്ലാം അയാൾ വൈഫിനോട് ചോദിക്കുമ്പോൾ അങ്ങനെ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന കാര്യങ്ങൾ വൈഫ് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അതായത് ചിലര് ഒന്ന് കാശില്ലാണ്ടായ ആ ഒരു വിവാഹബന്ധം വേണ്ടെന്ന് വെച്ച് പിരിയും. പക്ഷെ ഇവിടെ കാശില്ലെങ്കിലും എന്തവസ്ഥയിലാണെങ്കിലും അയാൾ നാളെ ലൈഫിലേക്ക് നന്നായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വൈഫ്. എല്ലാവിധ കഷ്ടപ്പാടുകളും അതിജീവിച്ച് അതേ കണക്കായിരുന്നു ആ കസിന്റെ മടങ്ങി വരവിനായി അത്രയും നാള് കഷ്ടപ്പെട്ട അയാൾക്ക് വേണ്ടി അയാളുടെ കുടുംബത്തിന് വേണ്ടിയും ഓരോ കാര്യങ്ങൾ ചെയ്ത് ജിയാങ്ങും ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ജിയാങ് പിന്നീട് ചെറിയുമായി അവളുടെ കസിനെ കാണാനായി പോകുന്നുണ്ട്. ആദ്യമായിട്ടാണ് ജിയാങ്ങിന്റെ ചെറിയെ ഈ കസിൻ കാണാനായി പോകുന്നത്. എന്തായാലും അവരവിടെ എത്തുമ്പോഴേക്കും ഈ ഒരു കസിന്റെ ഒരു സബോർഡിനേറ്റ് അവിടെ ഉണ്ടായിരുന്നു. ആള് ബോധമൊക്കെ തെളിഞ്ഞപ്പോ ഹെൽത്ത് വൈസ് കുറച്ച് ഓക്കെ ചെയ്തറിഞ്ഞ് കാണാൻ വന്നതാണ്. ഇവരുടെ മുന്നേ വെച്ച് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും പോകാൻ നേരം അയാൾ മാറി നിന്ന് ആരോടോ ഇയാൾ ഇനി പണിയൊന്നും എടുക്കാൻ പറ്റുന്ന പരുവത്തിലൊന്നുമല്ല, ഇയാളെ കമ്പനിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാതിരിക്കുന്ന നല്ലതെന്നൊക്കെ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേഷ്യം വന്ന് അടിക്കാനായി ചെല്ലുമ്പോഴേക്കും തടയുന്ന കസിന്റെ വൈഫ് അവനെ ടൊർണം പൊട്ടിക്കുന്നുണ്ട്. നീ ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത സമയത്ത് അദ്ദേഹം നിന്നെ കൈ പിടിച്ചുയർത്തി ഈ ഒരു ജോലിയിലേക്ക് കൊണ്ടുവന്നത്, എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്കൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. എന്തായാലും അന്നാകട്ടെ ഇനിയിപ്പോ കസിന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും ജിയാങ് ഇവിടെ നിന്ന് അവന്റെ ലൈഫ് സ്പോയിൽ ചെയ്യണ്ട, അവൻ പോയി രക്ഷപ്പെടണം എന്ന രീതിക്ക് കസിന്റെ വൈഫ് ജിയാങ്ങിനെയും ചെറിയും കൂട്ടി അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാനായി കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയും വലിയ റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് വേണ്ടെന്നെല്ലാം ജിയാങ് പറയുമ്പോൾ അത് സാരമില്ല, നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇനി
നിന്റെ ലൈഫിന്റെ കാര്യങ്ങൾ നീ നോക്കണം, നന്നായിട്ട് മുന്നോട്ട് പോകണം, അതിന് എന്റെ വക ഒരു ചെറിയ ട്രീറ്റ് അത്രയും കരുതിയാൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ പോയി ഫുഡൊക്കെ കഴിക്കുകയും അവസാനം ബിൽ പേ ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു കാർഡ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കാർഡിൽ നിന്ന് പൈസ ഡെബിറ്റ് ചെയ്യാനേ സാധിക്കുന്നില്ല. ജിയാങ്ങിന്റെ കയ്യിലാണെങ്കിൽ ഫുൾ പൈസ കൊടുക്കാനുമില്ല. ഈ ടീം ചെറിയാണ് അവളുടെ കയ്യിലുള്ള പൈസ കൂടി ഇട്ട് ബില്ല് പേ ചെയ്യുന്നത്. കൂടാതെ പ്രത്യേകമായി കസിന്റെ വൈഫിനോട് അവരുടെ കാർഡിൽ നിന്ന് പൈസ കട്ടായിട്ടില്ല എന്ന് പറയരുത്, അവർ വലിയ കാര്യത്തിൽ നമ്മളെ ട്രീറ്റ് ചെയ്യാനേ കൊണ്ടുവന്നതല്ലേ, അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും അവൾ പറയുന്നു. അങ്ങനെ പോകാനേ നിൽക്കുമ്പോൾ അവർ ഒന്നിച്ചൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എല്ലാവിധ ആശംസകളും പറയുന്ന ഈ കസിന്റെ വൈഫാകട്ടെ ലോട്ടറി ടിക്കറ്റും അവർക്ക് സമ്മാനമായി കൊടുക്കുന്നു. അങ്ങനെ അവർ പോകുമ്പോൾ ഇതെന്തിനായിരിക്കും ഈ ലോട്ടറി ടിക്കറ്റ് തന്നെയെന്ന് മട്ടില് ജിയാങ് മനസ്സിലാവാൻ നിൽക്കുമ്പോൾ ഓരോ ലോട്ടറി ടിക്കറ്റും നമ്മുടെ മുമ്പോട്ടുള്ള ഒരു പ്രതീക്ഷയല്ലേ. നമ്മുടെ ലൈഫിൽ എത്ര സ്ട്രഗിൾ ഉണ്ടായാലും ആ ലോട്ടറി ടിക്കറ്റ് ഒരു പ്രതീക്ഷ തന്നെയാണ്. അതേ കണക്ക് ഇവരുടെ പുതിയ ജീവിതത്തിന് നല്ല പ്രതീക്ഷകൾ നൽകി അവർ ആശംസിച്ചിരിക്കുകയാണ്. അതാണ് ഇതിന്റെ അർത്ഥമെന്ന് ചെറി പറയുന്നു. എന്തായാലും അവർക്ക് ആ ഒരു ലോട്ടറിയിലെ ചെറിയൊരു തുക അടിക്കുന്നുണ്ട്. അതുമായി ആ കസിന്റെ വൈഫിനെയും കസിനെയും കാണാനായി പോകുന്നു. അവർക്ക് ചെറിയൊരു ട്രീറ്റ് അതൊക്കെ വെച്ച് നൽകുന്നുണ്ട്. ചെറിയ സമ്മാനങ്ങൾ, ചെടിയും ഒരു കുപ്പി വൈനും അങ്ങനെ മേടിച്ചു കൊടുക്കുന്നു. തുടർന്ന് സംസാരിക്കുന്ന ടീം അധികം വൈകാതെ ഇവിടെ നിന്ന് പോയി നാട്ടില് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് താൻ തീരുമാനിക്കുന്നതെന്ന് ജിയാങ് പറയുമ്പോൾ ചെറിയ സന്തോഷമാവുന്നുണ്ടെങ്കിലും അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ പഠിക്കുകയല്ലായിരുന്നു, അപ്പൊ അത് ഡ്രോപ്പ് ചെയ്ത് നാട്ടിൽ വന്ന് പിന്നെയും വീണ്ടും പഠിക്കണ്ടേ എന്ന ഒരു കാര്യത്തെപ്പറ്റി അവൾ ചോദിക്കുമ്പോൾ സാരമില്ല, യൂണിവേഴ്സിറ്റി ലൈഫ് ഒരിക്കലല്ലേ കിട്ടൂ, അത് നമ്മൾ പണ്ട് ആഗ്രഹിച്ച കണക്ക് ഒന്നിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും, അതാ ഞാനിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് എന്നവൻ പറയുന്നുണ്ട്. അത് അവളെ ഹാപ്പി ആക്കുന്നു. എന്തായാലും ആദ്യം അവളാണ് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അവളാകട്ടെ ജിയാങ്ങിനെ ഷോപ്പിലേക്ക് വിളിച്ചോണ്ട് പോയി. മുന്നേ അവൾക്ക് ഒരു പെൺകുട്ടി ടീനേജ് കാലഘട്ടത്തിൽ നിന്ന് അഡൽട്ട് ആവുമ്പോൾ ലിപ്സ്റ്റിക്, ഹീൽസ് ഒക്കെ യൂസ് ചെയ്യും എന്ന കേട്ടറിവ് കൊണ്ട് അവൾക്ക് അതൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടാണല്ലോ പോയത്. അതേ കണക്ക് അവനിപ്പോ അവൾ കസിനോട് ചോദിച്ച് മനസ്സിലാക്കി ലെതർ ജാക്കറ്റും മറ്റും ഗിഫ്റ്റ് ചെയ്യാനായി ഒരു ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എനിക്കിപ്പോ ഇതൊന്നും വേണ്ട, എനിക്ക് ഇതിനോട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, യു കാരണമാണ് നമ്മൾ ഒന്നിച്ചത്, അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറയുന്നു. കാരണം യുവിന് ചെറിയോടുള്ള ഇഷ്ടം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവരെ അവൻ ഒന്നിപ്പിച്ചത് എന്ന് നന്നായിട്ട് രണ്ടുപേർക്കും അറിയാം. അപ്പോ അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. രണ്ടാമതായി ജിയാങ് പറയുന്നത് നീ നാളെ നാട്ടിൽ പോകുന്നതിന് മുന്നേ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഫുഡ് കുക്ക് ചെയ്ത് തരാനായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോ അത് വാങ്ങാനായി പോകാന്നാണ്. അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങിന് അവർ പോകുന്ന ടീം ബില്ലടിക്കാനായി നിൽക്കുമ്പോൾ അവിടെ കൗണ്ടറിന്റെ അടുത്ത് സിഗരറ്റും ഒപ്പം തന്നെ പ്രൊട്ടക്ഷൻ പാക്കറ്റും ഒന്നിച്ച് വെച്ചിരിക്കുകയാണ്. ജിയാങ്ങിന് ആ പ്രൊട്ടക്ഷന്റെ ഒരു പാക്കറ്റ് എടുത്താൽ കൊള്ളാന്നുണ്ട്. അവനിങ്ങനെ നോക്കുമ്പോഴേക്കും പക്ഷെ ചെറിയ അങ്ങോട്ട് നോക്കി ശ്രദ്ധിക്കുന്നത് സിഗരറ്റ് ആണ്. അവൻ പുകവലിക്കും എന്ന് അവൾക്ക് അറിയാലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ അതാണ് നോക്കുന്നതെന്ന് കരുതി അവൾ നിനക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുത്തോ എന്ന് പറയുമ്പോൾ അവൻ സത്യമായിട്ടും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അറിയാതെ ഇങ്ങനെ പറയുകയാണ് എന്ന് പിന്നീട് അവൾക്കും മനസ്സിലാവുന്നു, അവനും മനസ്സിലാവുന്നു. അങ്ങനെ രണ്ടുപേർക്കും വല്ലാത്തൊരു ചമ്മലായിരുന്നു അപ്പൊ ഉണ്ടാവുന്നത്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചവർ റൂമിലേക്ക് പോയി ഒന്നിച്ച് കുക്കൊക്കെ ചെയ്ത് ഫുഡ് റെഡി ആകുമ്പോഴേക്കും ജിയാങ്ങിന്റെ അവിടുത്തെ ആ മുതലാളി എത്തുന്നുണ്ട്. അങ്ങനെ അയാളെയും ഫുഡ് കഴിക്കാനായി ചെറി വിളിക്കുന്നു. തുടർന്ന് ഫുഡ് കഴിക്കാനായി ഇരിക്കുമ്പോൾ എന്തായാലും ഇവിടെ ജിയാങ് വന്ന സമയത്ത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു, അവൻ ആക്ച്വലി ചെറിയ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. അവന്റെ അപ്പോഴത്തെ സങ്കടവും കാര്യങ്ങളൊക്കെ ഇയാൾ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ അവൾക്ക് പറയുന്നുണ്ടായിരുന്നു. കൂടാതെ അവളും ഇവിടെ ജിയാങ്ങിനെ നോക്കിയതിനൊക്കെ അയാളോട് താങ്ക്സ് ഒക്കെ പറയുന്നു. അങ്ങനെ അന്ന് രാത്രി അവർ വളരെയേറെ അടുക്കുന്നുണ്ട്. അവൾ പിന്നീട് ഈ ഒരു കാര്യം ക്വിന്നിനെ വിളിച്ചറിയിക്കുമ്പോൾ ക്വിൻ നീ എന്നെക്കാളും സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള കമന്റും അടിക്കുന്നു. അങ്ങനെ അന്ന് അവർ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്ത് അടുത്ത ദിവസമാണ് ചെറി ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും ഉടനെ തന്നെ ജിയാങ് തിരിച്ചെത്തും എന്ന ഒരു സന്തോഷത്തിൽ തന്നെയാണ് ചെറി അവിടെ നിന്ന് മടങ്ങുന്നത്. ജിയാങ്ങും അവളെ യാത്രയാക്കുന്നു. അങ്ങനെ തിരിച്ചെത്തുന്ന ചെറിയാകട്ടെ യുവിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അവൾ ജിയാങ്ങുമായി വീണ്ടും ഒന്നിച്ചു, അതിന് അവനോടാണ് താങ്ക്സ് പറയേണ്ടത് എന്നതൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ അവനും ഒരുപാട് ഹാപ്പി ആവുന്നു. കാരണം അവൾ ഹാപ്പിയാണ്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഹാപ്പി ഇരിക്കണമെന്നായിരിക്കുമല്ലോ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഇവരുടെ റിലേഷൻ ഇപ്പൊ നന്നായി മുന്നോട്ട് പോവാണ്. ഇതിന്റെ ഇടയിൽ അവൾക്ക് വളരെ സർപ്രൈസ് നൽകിക്കൊണ്ട് അവൻ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. അവൻ മടങ്ങിയെത്തുമെന്ന് അവൾക്ക് അറിയായിരുന്നു, പക്ഷെ എന്നാണ് വരുന്നതെന്ന് കറക്റ്റ് ഡേറ്റ് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കാണുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു, സർപ്രൈസ്ഡ് ആവുന്നു. പിന്നീട് ഇവർ ഒന്നിച്ചായിരുന്നു ഇവിടെ പഠനവും താമസവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പൊ 4 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ അവർ ഇപ്പോഴും ഹാപ്പിയായി ഒന്നിച്ചു തന്നെയുണ്ട്. പഠനമൊക്കെ കഴിഞ്ഞ് രണ്ടുപേർക്കും ജോലി ആയിരിക്കുന്നു. അവരിപ്പോ ലീവിംഗ് ടുഗദറിലാണ്. അധികം വൈകാതെ വിവാഹം ചെയ്യാനായി പോവാണ്. അങ്ങനെ ഒരു ദിവസം ജോലി തിരക്കിന്റെ ഇടയിൽ ഇവരുടെ വെഡിങ്ങിന്റെ വെന്യൂ സെർച്ച് ചെയ്യാൻ വേണ്ടി ചെറിയുടെ കൂടെ പോകാന്ന് പറഞ്ഞ് ജിയാങ് അത് മറന്നു പോകുന്നുണ്ട്. പിന്നീട് അതിന്റെ പരിഭവം അവൾ അവനോട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ ആ ജോലി തിരക്കിന്റെ ഇടയിലും ഇവരുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 6 വർഷങ്ങളായിരിക്കുന്നു. ആ ഒരു ആനിവേഴ്സറി മറക്കാതെ അവൾക്ക് ഒരു ബൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അവളെ സർപ്രൈസ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ മറന്നതിൽ ഇപ്പൊ അത് കോമ്പൻസേറ്റ് ആയി പോയിരിക്കുന്നു. പിന്നീട് ചെറിയ നമ്മൾ കാണുമ്പോൾ അവളിപ്പോ ഒരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജിയാങ് ആകട്ടെ ഫിനാൻഷ്യൽ അഡ്വൈസറായി വർക്ക് ചെയ്യുന്നു. യു ആഗ്രഹിച്ച കണക്കൊരു പൈലറ്റ് ആയിരിക്കുന്നു. അവരുടെ ബാക്കി ഫ്രണ്ട്സും അവർ ആഗ്രഹിച്ച കരിയർ ഒക്കെ നേടിയിരിക്കുന്നു. ക്വിൻ ആകട്ടെ ഒരു ഫാഷൻ ഡിസൈനറായി മാറിയതിനോടൊപ്പം തന്നെ അവൾ ആഗ്രഹിച്ച ഒരു കാറും ഇപ്പൊ സ്വന്താക്കിയിരിക്കുന്നു. അങ്ങനെ ഇവരെല്ലാരും കൂടി കണ്ടുമുട്ടുമ്പോഴേക്കും ലാസ്റ്റ് ആയി യു ഫ്ലൈ ചെയ്ത ഫ്ലൈറ്റിന് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അത് അപകടത്തിൽപ്പെടും എന്ന രീതിക്ക് ഒരു ന്യൂസ് ഒക്കെ പ്രചരിച്ചപ്പോ താൻ ആകെപ്പാടെ പേടിച്ചു പോയതിനെ പറ്റിയെല്ലാം പിന്നെ അവിടെ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി
അവൾക്ക് ഇപ്പോഴും അവനെ ഇഷ്ടമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒത്തുകൂടിയ സ്ഥിതിക്ക് അവർ കുറച്ച് എൻജോയ് ചെയ്യാനായി അടുത്തുള്ള ഒരു ബീച്ചിൽ പോയി പടക്കം പൊട്ടിച്ചും സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴേക്കും ജിയാങ്ങിന്റെ അടുത്ത് ചെന്ന് അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതെന്താ, ഇനിയും കുറച്ച് ദിവസം കൂടി ഇല്ലേ വെഡിങ്ങിന്, ഇപ്പോഴേ ഗിഫ്റ്റ് തരുവാണോ എന്ന് ജിയാങ്ങിന്റെ ചോദ്യത്തിന് ഇത് ആ ഗിഫ്റ്റ് അല്ല, മറിച്ച് ഇത് മറ്റൊരു കാര്യമാണ്. നിനക്ക് ചെറിയ എഴുതിയ കത്തുകള് ക്ലാസ്സിലെ കുട്ടികൾ പിച്ച് ചീന്തി വായിച്ചോണ്ടിരുന്നപ്പോ അതിൽ നിന്ന് ഞാൻ തട്ടിപ്പറിച്ച് മാറ്റി വെച്ചതാ. ഇത് നിനക്ക് ഇടയ്ക്ക് തരണം, അല്ലെങ്കിൽ ഇതിടയ്ക്ക് ഇനി അടുത്ത് വായിക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അങ്ങനെ ഇത് ഞാൻ വായിക്കേണ്ടതല്ല, പിന്നെ നിനക്ക് ഇത് തരാൻ പറ്റിയ സമയമായിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ മാറ്റി വെച്ചിരുന്നത്. ഇതിപ്പോ നിനക്കുള്ളതാ, നീയാണ് അവളുടെ കത്തുകളുടെ അവകാശി എന്നെല്ലാം പറയുമ്പോൾ ജിയാങ് ഒരുപാട് ഹാപ്പി ആവുന്നു. കൂടാതെ അവിടെ നല്ലൊരു കോൺവെർസേഷൻ യുവിനും ക്വിന്നിനും ഇടയിൽ നടക്കുന്നത് നമുക്ക് കാണാം. അതിൽ അവർ പരസ്പരം അങ്ങനെ ഇഷ്ടം തുറന്ന് പറയോ അങ്ങനൊന്നും അല്ല, പക്ഷെ രണ്ടുപേർക്കും പരസ്പരമുള്ള ഒരു കെയറും കൺസേണും അവിടെ വ്യക്തമാണ്. ഇവർ ഫ്യൂച്ചറിൽ ഒന്നിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നീട് ചെറിയും ജിയാങ്ങും കൂടി ചെറിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ജിയാങ്ങിന്റെ അമ്മ വിളിച്ച് ജിയാങ്ങിന് ഇഷ്ടപ്പെട്ട് ചെറിയുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന്റെ റെസിപ്പി ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടാതെ ഇവരിപ്പോ സെപ്പറേറ്റഡ് ആയിട്ടാണ് ജിയാങ്ങിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. എന്നിരുന്നാലും ഇടയ്ക്ക് അവൻ അച്ഛനും അമ്മയും കോൺടാക്ട് ചെയ്യാറൊക്കെ ഉണ്ട്. തീർത്തും അകന്നല്ല കഴിയുന്നത് എന്ന് സാരം. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവർ ആഗ്രഹിച്ച കണക്ക് ഇവരുടെ വിവാഹ ദിവസം വന്നെത്തുന്നു. അങ്ങനെ വളരെ സന്തോഷമായി ഇത്രയും നാൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ കുട്ടിക്കാലം അടുത്ത് വന്ന് സംസാരിക്കുന്ന കണക്ക് തോന്നുന്നുണ്ട്. ജിയാങ് അവന്റെ കുട്ടിക്കാലത്തിനോട് അവനെ ജഡ്ജ് ചെയ്യാത്ത, അവന്റെ ഇഷ്ടങ്ങൾക്ക് ചിറക് കൊടുത്ത് പറക്കാൻ അനുവദിക്കുന്ന ഒരു പാർട്ട്ണറിനെ തന്നെ അവന് കിട്ടി. അതുകൊണ്ട് അവന്റെ ലൈഫ് ഇപ്പോൾ ഒരുപാട് ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു എന്ന ഒരു സന്തോഷ വാർത്ത അറിയിക്കുമ്പോഴേക്കും ചെറിയും അവൾ ആഗ്രഹിച്ച് നേടിയ പ്രണയം അവളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷം നൽകുന്നു. ലൈഫ് ലോങ് അത് കൂടെ ഉണ്ടാകണം എന്ന ഒരു പ്രതീക്ഷകളാണ് അവളുടെ കുട്ടിക്കാലത്തിനോട് പങ്കുവെക്കുന്നത്. അങ്ങനെ ഇവർ ഹാപ്പിയായി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡും ഈ ഡ്രാമയും ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. ബൈ.